ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണി ബൊക്കെയാണ്. മണി ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ചോപ്പ് സ്റ്റിക്ക്, ഇത് പാക്കറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടുക. പിന്നെ മണിയൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടൈപ്സ് ഓഫ് ടേപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ വേണ്ടത് തെർമോക്കോൾ അല്ലെങ്കിൽ ഒയാസിസും ഉപയോഗിക്കാം. ഇവിടെ തെർമോക്കോള് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതെടുത്തു എന്നുള്ളൂ. പിന്നെ വേണ്ടത് ബൊക്കെ ഷീറ്റ്സാണ്. ഞാനിവിടെ 2 കളർ ബൊക്കെ ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മണി ബൊക്കെ ഫസ്റ്റ് ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോലിപോപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് കുറച്ച് ലോലിപോപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാഷ് ഓർ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. Let's see how to make a money bouquet. ആദ്യം ചോപ്പ് സ്റ്റിക്ക് എടുക്കുക. ദെൻ ഈ ചോപ്പ് സ്റ്റിക്കിലേക്കാണ് നമ്മൾ ക്യാഷ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചോപ്പ് സ്റ്റിക്ക് ഇതേപോലെ മണിയുടെ മിഡിലായിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് ടേപ്പ് വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി പ്രീമിയം ബ്രാൻഡിൻ്റെ ടേപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറൊരു ടേപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ മണി ഡാമേജ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതുപോലത്തെ ടേപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ആദ്യം ഇതേപോലെ നമുക്ക് മണി റോൾ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചോപ്പ് സ്റ്റിക്ക് എടുത്ത് നോട്ടിൻ്റെ മിഡിൽ വെച്ച ശേഷം ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചോപ്പ് സ്റ്റിക്കിലേക്കും കൂടി ഒന്ന് കുറച്ച് റോൾ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള ക്യാഷും കൂടി നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ലോലിപോപ്പ് ഇതേപോലെ നമ്മൾ മണി ചെയ്ത പോലെ തന്നെ ചോപ്പ് സ്റ്റിക്കിലേക്ക് റോൾ ചെയ്ത് കൊടുക്കണം. എല്ലാ ലോലിപോപ്പും ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലോലിപോപ്പും ക്യാഷും ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ഞാൻ ബൊക്കയുടെ മിഡിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതും ചോപ്പ് സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ചോപ്പ് സ്റ്റിക്കും നമ്മൾ ഈ തെർമോക്കോളിലേക്ക് ഇതേപോലെ ഇറക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ഫ്ലവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. മിഡിലായിട്ട് ഏകദേശം ഒരു മിഡിൽ പോർഷനിൽ ഫ്ലവർ വെച്ച് കൊടുക്കുക. പിന്നെ ഫ്ലവറിന് ചുറ്റുമായിട്ട് ലോലിപോപ്സ് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന പോലെ ചെയ്ത് കൊടുക്കണം. ലോലിപോപ്സ് ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് ഇതേപോലെ ചോപ്പ് സ്റ്റിക്കിൻ്റെ ചുറ്റിലും ഒന്ന് ചുറ്റിക്കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ നോട്ട്സായി ഈ ലോലിപോപ്സിൻ്റെ ഒരു ചുറ്റിലും ഇങ്ങനെ ഇതേപോലെ കുത്തി കൊടുക്കുക. ഇതേപോലെ ബാക്കി എല്ലാ നോട്ട്സും നമ്മൾ ഈ തെർമോക്കോളിലേക്ക് ലോലിപോപ്സിന് ചുറ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കുത്തി കൊടുക്കണം. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാ നോട്ട്സും നമ്മൾ തെർമോക്കോളിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ചോപ്പ് സ്റ്റിക്കിന് ചുറ്റുമായിട്ട് ഒന്നുകൂടി നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കുക. ഇനി ഒരു ബൊക്കെ ഷീറ്റിനെ 4 കട്ട് ചെയ്തെടുക്കുക. അതായത് 1/4 കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബൊക്കെ ഷീറ്റ്സ് നമ്മൾ 4 കട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മറ്റേ സൈഡും കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്ത് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 3 ഷീറ്റ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഓരോ പീസസും നമ്മൾ തെർമോക്കോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സോ ഇതേപോലെ ഓരോ പീസസും ഇങ്ങനെ വെച്ച് തെർമോക്കോളിലേക്ക് ടാപ്പ് കൊണ്ട് ചുറ്റിക്കൊടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ വെച്ച ശേഷം അതിലേക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാ പീസും ഒന്നിച്ച് വെച്ച ശേഷം ചുറ്റി കൊടുത്താലും മതി. പിന്നെ ഇതേപോലുള്ള കുറച്ച് പീസസ് എടുത്ത് നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന പോലെ മടക്കി അതൊന്ന് സെറ്റ് ചെയ്ത് ബൊക്കയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു ടേപ്പ് കൊണ്ട് ഇത് ബൊക്കയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു റിബൺ എടുത്ത് ഒരു ബോ ഉണ്ടാക്കി അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ബോ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ വിട്ടുപോയി. സോ ഇതാണ് ബൊക്കയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ എംബ്രോയ്ഡർ ബൈ നുസ്രീൻ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ക്രാഫ്റ്റോമെട്രിയും കൂടി ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.